ലൂണ പോയി, നോഹ പോയി, കോൾഡ് ഓബിയേറ്റ് പോകേണ്ട വെച്ചിട്ട് അവിടെ നിൽക്കണ്. പിന്നെ മറ്റേ എവനും പോയി. ആര് എന്താ അവൻ്റെ പേരെന്തായിരുന്നു, മറന്നല്ലോ. ഇപ്പോൾ ലാസ്റ്റ് പോയ ആൾ നമ്മുടെ ജുവാൻ പോയി. പിന്നെ ആൽവസ് പോയി. അപ്പോൾ ഓരോ പ്ലേയേഴ്സ് ഇങ്ങനെ കൊഴിഞ്ഞ് പോവാണ്. എന്നിട്ടും ചോദിക്കുക ഇപ്രാവശ്യം കപ്പ് അടിക്കുമോ? ആ ചോദ്യം ഇപ്രാവശ്യം അധികം കേട്ടിട്ടില്ല. സാധാരണ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 100 വട്ടം ഈ ഒരു വാക്കുണ്ടാകും, കപ്പടിക്കും, കലിപ്പടക്കും, ഇപ്രാവശ്യം കപ്പ് നമുക്ക് തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള സംഭവങ്ങൾ ഏതായാലും ഈ സീസണിൽ കേട്ടില്ല. കാരണം ആർക്കും പ്രതീക്ഷയില്ല കേട്ടോ ഈ സീസണിൽ. ഇപ്രാവശ്യത്തെ ISL ബ്ലാസ്റ്റേഴ്സിൽ ആരാണോ ഒരു ഫോറിൻ പ്ലെയറുകൾ, ലഗേറ്ററോ, ഒബിയേട്ടെ, ഇവരൊക്കെ ആരും തുലാസിലാണ്. ഇവർ പോവും ചിലപ്പോൾ, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയിട്ടുള്ള ചാറ്റർജി പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പ്രതിസന്ധിയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നുണ്ട്. എന്തായാലും ഈ ഒരു പ്രതിസന്ധിനെ തരണം ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഓരോ പ്ലേയേഴ്സും, ഇവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എവിടുന്ന് എടുത്ത് സാലറി കൊടുക്കുന്നു? കളി നടക്കാതെ എവിടുന്നാണ് ഇവർക്കൊക്കെ സാലറി എടുത്ത് കൊടുക്കുക? അതിനും വരുമാനം വേണ്ടേ? ബ്ലാസ്റ്റേഴ്സ് പൊതുവെ എന്ത് വരുമാനമാണ് ബ്ലാസ്റ്റേഴ്സിന്? അപ്പോൾ ടീമിലെ മാനേജ്മെൻറ്റിനൊന്നും കുറ്റം പറയാൻ സാധിക്കാത്തൊരു ഘട്ടമാണിപ്പോൾ. പിന്നെ ഇപ്രാവശ്യത്തെ ISL കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലാവും. എവിടെ വെച്ചാലും ഇപ്പം എന്താ, കാരണം ഫോറിൻ പ്ലേയേഴ്സും വിദേശ താരങ്ങളൊന്നും ഇല്ല. പറഞ്ഞു തന്നെ അതല്ല, ഇപ്രാവശ്യത്തെ ISL നേരെ മോഹൻ ബഗാനോ FC ഗോവക്കോ ഒക്കെയാണ് എടുത്തു കൊടുത്താളി. കാരണം വെറുതെയൊക്കെ 6 ഫോറിൻ പ്ലേയേഴ്സാണ് ഉള്ളത്. നമ്മൾ മനസ്സിലാക്കുക. ഫോറിൻ പ്ലേയേഴ്സ് കോഡിന് നേരിടുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ആണെങ്കിൽ അധികം ഇന്ത്യൻ പ്ലേയേഴ്സ്. ഇവർ രണ്ടുപേരെ ഏറ്റുമുട്ടുമ്പോൾ അവസ്ഥ എന്തേക്കാരം? അപ്പോൾ നമ്മളൊരാളെയും താഴ്ത്തി കിട്ടില്ല, തോറ്റ് നിൽക്കേണ്ടി വരും. ഇവർക്ക് ഈ മോഹൻ ബഗാനൊന്നും ഈ സാലറി പ്രതിസന്ധിയോ സാമ്പത്തിക പ്രതിസന്ധിയോ ഒന്നുമില്ലേ? കാരണം ഇവരുടെ നിന്നൊന്നും ആരും പോണു കാണില്ല. ഒറ്റ ഫോറിൻ വിദേശ താരം പോയിട്ടില്ലേ? 6 പ്ലേയേഴ്സും മോഹൻ ബഗാനിൽ കിടക്കുന്നുണ്ട്. മോഹൻ ബഗാൻ എന്നുള്ള ടീമിൻ്റെ ഒരു ഭാഗ്യം ആലോചിച്ചിട്ടേ 2014 മുതൽ തന്നെ ഓരോരോ കളി തുടങ്ങി. പേര് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത, അമർത്തമാർ കൊൽക്കത്ത, ATK, അപ്പോൾ അതാ മോഹൻ. പേരുകളിങ്ങനെ മാറ്റി കളിക്കാന്നല്ലാതെ ഇവരെ പെർഫോമൻസിനും പരിപാടിക്കൊരു കുറവില്ല. അതാ ആലോചിച്ച് നോക്കണേ. കഴിഞ്ഞ ISL സീസണിനും എത്ര കിരീടം ഉണ്ട് അവർക്ക്? ശരിയാണ്, 4-5 ISL ഓൾറെഡി അവർക്കുണ്ട്. ഇപ്പോൾ ഈ സീസണിലുള്ള കിരീടം കൂടി അവർക്ക് വേണമെന്നുള്ള മട്ടിലാണ് അവർ കളിക്കുന്നത്. കാരണം എതിരാളികളില്ല. ആകെ 2-3 ടീമുകളുള്ളൂ ഫുള്ള് വിദേശ താരങ്ങൾ. ബാക്കിയുള്ളതിലൊക്കെ ഇന്ത്യൻ പ്ലേയേഴ്സാണ്. ഇന്ത്യൻ പ്ലേയേഴ്സും വിദേശ താരങ്ങളുള്ള ടീം ഏറ്റുമുട്ടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ ഈ കപ്പ് എടുത്തിട്ട് ആ മോഹൻ ബഗാനാണ് കൊടുക്കുക, അത് നല്ലത്. പിന്നുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രാവശ്യത്തെ കളി കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലാകുമ്പോൾ അതൊരു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർക്ക് കളി കാണാനുള്ളൊരു ചാൻസ്, സംഭവം റെയിൽവേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എറണാകുളത്തിൻ്റെ ആ ഒരു സൗകര്യം കിട്ടില്ലല്ലോ. പിന്നെ ആർക്കും ഈ സീസൺ വല്ല പ്രതീക്ഷയില്ല. ഈ ചൂട് കാലത്തൊക്കെ കളി വന്ന് കാണലും ഭയങ്കര റിസ്ക്കാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ ISL ഭയങ്കര പ്രതിസന്ധി കേട്ടോ ഇപ്രാവശ്യം. സാധാരണ ഇങ്ങനെയൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ലീഗ് നടക്കാതെ നിൽക്കണമല്ലേ? വെറുതെ ഈ പ്ലേയേഴ്സിനെയൊക്കെ കൊടുക്കുന്ന ആരാധന. ഇപ്പോൾ ഈ സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സാണ് ആദ്യം 6 വിദേശ താരങ്ങളെ സൈൻ ചെയ്ത് എല്ലാ വിദേശ താരങ്ങളും ഫസ്റ്റാക്കി സെറ്റാക്കി. നമ്മളൊരു പ്രതീക്ഷിച്ചു, എന്തിപ്പോൾ പറ്റി? സാധാരണ ഓരോ പ്ലേയേഴ്സ് വരുമ്പോൾ ഓരോ ക്ലൂ ഇട്ട് അങ്ങനെ ആകെ കണ്ട് ഇതാക്കിയിട്ട് ലാസ്റ്റ് ഒരു രാത്രിയാണ് പറയും ഇതാ ഇപ്പം വന്നു എന്ന് പറഞ്ഞിട്ട്. നമുക്കറിയില്ല, മെസ്സി ബോളൊക്കെ വന്നപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, പ്ലെയർ വന്നു. അങ്ങനെ 6 പ്ലേയേഴ്സിനെ ഫസ്റ്റാണ് സൈൻ ചെയ്തത്. അത് കണ്ടപ്പോൾ തന്നെ തോന്നി എന്തെങ്കിലുമൊക്കെ നടക്കും ഈ സീസണിൽ. സൈൻ ചെയ്ത പ്ലേയേഴ്സിൽ ആരും ബാക്കിയില്ല ഇപ്പോൾ ഒരു പ്ലെയർ ഒഴിച്ച് കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ എത്തി. എവിടെ തൊട്ടാലും ദുരന്തം എന്ന് പറഞ്ഞില്ലേ, എവിടെ തൊട്ടാലും പ്രശ്നം. അങ്ങനെയാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ. ഏതായാലും ഇപ്രാവശ്യം പ്രതീക്ഷ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കപ്പടിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് തോന്നുന്നില്ല അടിക്കുമെന്ന്. കാരണം അല്ലെങ്കിൽ പ്ലേയേഴ്സിന്, വിദേശ പ്ലേയേഴ്സിന് ആരെങ്കിലുമൊക്കെ സൈൻ ചെയ്തിട്ട്, ഇതിപ്പോൾ എല്ലാം ഫുൾ ഇന്ത്യൻ സ്ക്വാഡ് വെച്ച് ഇറങ്ങാനാണെങ്കിൽ സന്തോഷ് ട്രോഫി കളിച്ചാൽ പോരെ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യത്തെ അവസ്ഥ. എല്ലാം റെഡിയാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ, നമുക്ക് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ.